ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശിവനും രേഷ്മയും കൂടെ കോയമ്പത്തൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയിൽ ശിവന് നെഞ്ചുവേദന എന്തോ വരുന്നുണ്ട്. ആ സമയത്ത് രേഷ്മ ചോദിക്കുന്ന എന്താ ശിവ? ഒന്നുമില്ല. ശിവൻ്റെ ആ ഭാവവ്യത്യാസമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രേഷ്മ പതുക്കെ വിഷ്ണു എന്ന് വിളിക്കും. പെട്ടെന്ന് അങ്ങനെ ശിവൻ വിളിയേൽക്കുവാണ്. എന്താ രേഷ്മ എന്ന് ചോദിക്കുക. രേഷ്മ അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, ശാരദാമ്മ പറഞ്ഞത് ശരിയാണല്ലോ. വിഷ്ണുവിൻ്റെ മരിക്കാത്ത ഹൃദയം ശിവനിൽ തുടിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ വിഷ്ണുവിനെ പോലെ ശിവൻ പലപ്പോഴും പെരുമാറുന്നത്. അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിലൊരു ആക്സിഡൻറ്റ് പറ്റി ഒരുത്തൻ കിടക്കുന്ന പോലെ കാണുവാണ്. ശിവനും രശ്മിയും കാറിൽ നിന്നിറങ്ങി ഇതൊരു ആക്സിഡൻ്റ് ആണോ, ഇതെന്ത് പറ്റിയതാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതൊരു അപകടമാണെന്ന് മനസ്സിലാകുന്നുണ്ട് ശിവന്. കാരണം ഇവിടുന്ന് ഓരോ എതിരാളികളെ പോലെ ഓരോ അവന്മാർ തല പൊക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന്മാരെയൊക്കെ കണ്ട് രേഷ്മ ആകെ പേടിച്ച് വരച്ച് ശിവ എന്നിങ്ങനെ വിളിക്കുവാണ്. വടിവാളും കത്തിയും അങ്ങനെ തുടങ്ങിയ ചില മാരകായുധങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റി കിടന്നവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചിരിക്കുവാണ്. ആക്സിഡൻ്റ് ആണെന്ന് നീ വിചാരിച്ചോ? കയ്യിലിരിക്കുന്ന എളുപ്പം ഇങ്ങോട്ട് ഊരി വെക്കടാ. അതിലെ ഗുണ്ട തലവനാണെന്ന് തോന്നുന്നു. അവൻ ശിവന്റെ കഴുത്തേ കിടക്കുന്ന മാല കയറി പിടിക്കുവാണ്. ശിവൻ അവനെ പിടിച്ചൊരു ഒറ്റത്തള്ളു. എടാ, എനിക്ക് തമിഴ് അത്രയ്ക്ക് വശമില്ല, പക്ഷെ എൻ്റെ കൂടെ വന്ന ഈ രേഷ്മയ്ക്കറിയാം. നിങ്ങൾക്കുള്ള മറുപടി ഈ രേഷ്മ പറയും. പേടിച്ച് വരച്ച് രേഷ്മ ചോദിക്കും, ശിവ എന്തു പറയാനാ? പോയി പണി നോക്കാൻ പറ. അയ്യോ ശിവ, അത് വേണോ? അവരുടെ കൈ വടിവാളായിരിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കും, എന്നാ പറഞ്ഞത്? ശിവൻ പറയുക, അണ്ണാച്ചി, ഞാൻ കേരളത്തിലെ സിംഹമാണ്. നിന്റെ ഈ വടിവാള് കണ്ടാലൊന്നും എൻ്റെ ഈ മുട്ടിടിക്കില്ല. ഇവിളി തമിഴിലങ്ങ് ഇങ്ങോട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്. രേഷ്മയാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുക. രേഷ്മയെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, ഇവന്മാരെയൊക്കെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന്. അവന്മാർ ശിവനെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ശിവൻ നാണ്ട എല്ലാത്തിനും ചവിട്ടി പിടിച്ച് കൈയൊക്കെ പിടിച്ച് ഓടിച്ചെറിയുവാണ്. ഒരുത്തൻ്റെ കയ്യിലിരിക്കുന്ന പിടിവാളും വലിച്ചു പറിച്ച് അങ്ങനെ ഒരു വാൾപ്പയറ്റ് തന്നെ അവിടെ നടക്കുവാണ്. അവനെയും ശിവൻ ചവിട്ടി തെറിപ്പിച്ച്. അപ്പോഴാദ്യം വീണ് കിടക്കുന്നവൻ പെട്ടെന്ന് അവൻ്റെ കയ്യിലിരിക്കുന്ന കത്തി എടുത്തുകൊണ്ട് വന്ന് രേഷ്മയുടെ പുറകിൽ കൂടെ വന്ന് അവിടെ കഴുത്തിനിങ്ങനെ പിടിച്ച് കാണിക്കുവാണ്. രേഷ്മ ഭയന്ന് നിലവിളിക്കുവാണ്. അവൻ പറയാം, എൻ്റെ അടുത്തോട്ട് വന്നാൽ ഇവിടെ കഥ കഴിക്കും. ശിവൻ നാണ്ട അരിവാൾ വായിലോട്ട് കടിച്ച് പിടിച്ചൊരു പോസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മറ്റുള്ളവർ ശിവൻ്റെ പുറകിൽ കൂടെ വന്ന് ആ വടിവാളി തട്ടിത്തെറിപ്പിച്ചിട്ട് ശിവൻ അനങ്ങാൻ വയ്യാത്ത രീതിക്ക് അവന്മാരങ്ങ് പിടിച്ചു വെച്ച്. ഈ സമയത്ത് രേഷ്മയുടെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് രേഷ്മ ഇങ്ങനെ പിടിവലി നടത്തുക. ആ കത്തി രേഷ്മയുടെ കൈവിരലുകളിൽ മുറിവുണ്ടാക്കി ചോര വരുന്നുണ്ട്. അത് കണ്ടത് ശിവൻ അവന്മാരെയൊക്കെ ചവിട്ടി തെറിപ്പിച്ചിട്ട് രേഷ്മയെ അവിടെ നിന്ന് മാറ്റി നിർത്തുവാണ്. അങ്ങനെ അവിടെ പൊരിഞ്ഞ അടി നടക്കുവാണ്. ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പോലീസുകാരവിടെ നിന്ന് കണ്ടുകൊണ്ട് ഇറങ്ങി വരിക. നിൽക്കട അവിടെ എന്ന് പറയും. അവന്മാർ ഓടാൻ ശ്രമിച്ചെങ്കിലും ശിവൻ അവരെയൊക്കെ പിടിച്ച് പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിക്കുവാണ്. ശിവൻ രേഷ്മയുടെ കഴുത്തിൽ കിടന്ന ഷോൾ എടുത്ത് പെട്ടെന്ന് കൈയുടെ മുറിവ് ഇങ്ങനെ കെട്ടുക. അപ്പോൾ പോലീസുകാരൻ വന്ന് ചോദിക്കുന്നു, എന്ത് പറ്റി അമ്മ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്താ സംഭവിച്ചത്? അപ്പോൾ രേഷ്മ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുക. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആ പോലീസുകാർ പറയുന്നുണ്ട്. രേഷ്മ പറയുന്നത് വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറയുവാണ്. ഞങ്ങളോട് കാശും പൈസയൊക്കെ ചോദിച്ചു, ഞങ്ങൾ കൊടുത്തില്ല. അന്നേരമാണ് അവർ ഞങ്ങളെ അടിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പോലീസുകാരൻ പറയുന്നത്, നിങ്ങൾ കേരളയിൽ നിന്ന് വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എവിടാ പോകേണ്ടത്? അപ്പോൾ പോലീസുകാരോട് രേഷ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. രേഷ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ട് പോലീസുകാരൻ പറയുന്നു, ആ ഡോക്ടർ ജയദേവൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമില്ല, അത് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞോളാം. ഒരുപാട് നന്ദിയുണ്ട് സാർ, കേരളത്തിലുള്ളവർ വളരെ നല്ലവരാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ കഷ്ടപ്പാടുണ്ടായതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാണിക്കാത്ത മഹേന്ദ്രൻ നല്ല ഉറക്കത്തിൽ സ്വപ്നം കാണുവാണ്. ശിവനെ ഗുണ്ടകൾ ആക്രമിക്കുന്നതൊക്കെ സ്വപ്നം കണ്ട് ശിവ എന്ന് വിളിച്ച് അലറി എഴുന്നേക്കുവാണ് മഹേന്ദ്രൻ. പെട്ടെന്ന് അയാൾക്കൊരു നെഞ്ചുവേദന പോലെ തോന്നുന്നു, എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുവാണ്. മഹേന്ദ്രൻ ഗുളിക കഴിക്കാൻ നോക്കിയിട്ട് ഗുളിക എടുത്തിട്ട് അങ്ങ് താഴെ ഇടുക. എന്നിട്ട് മേഴ്സി ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ മാണിക്കോത്ത മഹേന്ദ്രന്, എനിക്ക് ജയദേവൻ ഡോക്ടറെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ? അയ്യോ, ജയദേവൻ ഡോക്ടർ ലീവിലാണല്ലോ, എനിക്ക് വല്ലാത്ത നെഞ്ചുവേദനയുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നാൽ ഏതെങ്കിലും ഡോക്ടറെ കണക്ട് ചെയ്യാൻ പറ്റുമോ? സാർ വന്നോളൂ, കാർഡിയോളജി ഡോക്ടർ ശങ്കരനാരായണനുണ്ട്. വല്ലാത്ത നെഞ്ചുവേദനയുടെ മഹേന്ദ്രൻ വല്ലച്ചാതിലൊരു ഷർട്ടൊക്കെ ഇട്ട് പുറത്തോട്ട് വരിക. സെക്യൂരിറ്റി അവിടെ നിന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എടോ എന്ന് അയാളെ വിളിക്കുവാണ്. അയാൾ ഓടി അടുത്തോട്ട് ചെല്ലുവാണ്. അയ്യോ എന്താ സാറേ, എന്ത് പറ്റി? ആകെ വിയർത്ത് കുളിക്കുവാണ് മഹേന്ദ്രൻ. താൻ ആ ഗേറ്റ് പോയി തുറക്കണോ എന്ന് പറഞ്ഞ് ദേഷിക്കുക. സെക്യൂരിറ്റി ഓടിപ്പോയി ഗേറ്റ് തുറന്നു വിടുന്നു. അങ്ങനെ മഹേന്ദ്രൻ നെഞ്ചുവേദനയുടെ നെഞ്ച് തടയിക്കൊണ്ടിങ്ങനെ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് ഹോസ്പിറ്റലിലോട്ട്. ശിവനാണെങ്കിൽ ആ സമയത്ത് രേഷ്മയും കൊണ്ട് അവിടെ ഒരു ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുവാണ്. ആ ഹോസ്പിറ്റലിലോട്ട് കാല് കുത്തിയത് മുതൽ വിഷ്ണുവിൻ്റെ ചിത്രം കാണിക്കുകയും വിഷ്ണുവിനെയൊക്കെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് ശിവന് നെഞ്ചിങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ശിവൻ രേഷ്മയോട് പറയുന്നു, ആദ്യം ഡോക്ടറെ രേഷ്മയുടെ കൈ കാണിച്ച് ഡ്രസ്സ് ചെയ്തിട്ടാട്ടെ, പിന്നെ നമുക്ക് ഡോക്ടറെ കാണാം. അവിടുത്തെ സിസ്റ്ററിനോട് പറയുന്നുണ്ട് ഈ മുറിവ് ഒന്ന് ഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അവർ പറയുന്നത് എന്ത് പറ്റിയത്? ആക്സിഡൻറ്റ് പറ്റിയതാണെന്നൊക്കെ
ശിവൻ അവരോട് പറയാം, എങ്കിൽ കാഷ്വാലിറ്റി പോയി OP ടിക്കറ്റ് എടുക്കുന്നവർ പറയുവാണ്. കൈക്ക് എന്ത് പറ്റിയതാണെന്ന് സത്യം പറഞ്ഞാൽ ഉടനെ അവർ പോലീസിനെ വിളിക്കും. പിന്നെ അത് പ്രശ്നമാവും. അതൊക്കെ സഹിക്കാം, പക്ഷേ തമിഴ് പറയാനാ ഭയങ്കര പ്രയാസം. അങ്ങനെ രേഷ്മയുടെ കൈ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിസ്റ്റർമാർ. ശിവൻ പറയാം, രേഷ്മ ആ ഡോക്ടറെ കുറിച്ച് ചോദ്യം, മലയാളി ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രേഷ്മ ആ സിസ്റ്റർമാരോട് ഡോക്ടർ ജയദേവനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ നാളെ രാവിലെ വരുത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. രേഷ്മ ശിവനോട് പറയാം, നാളെ രാവിലെ ഡോക്ടർ വരത്തുള്ളൂ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇന്ന് രാത്രി കഴിച്ചു കൂട്ടണ്ടേ. അപ്പോൾ ശിവൻ പറയുക, നമുക്ക് വന്ന കാര്യം സാധിക്കാതെ പോകാനും പറ്റില്ലല്ലോ. രേഷ്മ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അല്ലേ, അതുകൊണ്ട് രേഷ്മയ്ക്ക് ഇവിടെ കഴിയാം, ഞാൻ പുറത്തെവിടെങ്കിലും വെയിറ്റ് ചെയ്തോളാം, കൈ അനക്കാതെ റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർമാർ പോയി. അപ്പോൾ ശിവൻ പറഞ്ഞു, രേഷ്മ എന്നാൽ റെസ്റ്റ് എടുത്തോ, ഞാൻ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങട്ടെ. ആ സമയത്ത് ശാലിനി രേഷ്മയെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയോ? ആ എത്തി, പക്ഷേ കൈക്കൊരൽപ്പം പരിക്ക് പറ്റി. അയ്യോ, അതെന്ത് പറ്റി? അത് കുഴപ്പമില്ല, ഇവിടെ മരുന്നൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല, നാളെ രാവിലെ ഡോക്ടർ വരുത്തുള്ളെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിന്ന് സ്റ്റേ ചെയ്യേണ്ടി വരുമല്ലോ. അതെ, ഞാൻ കാഷ്വാലിറ്റിയിലായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ശിവൻ പുറത്തെവിടെയോ ഉണ്ട്. ശരി രേഷ്മ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുക. ശിവനാണെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശിവന് തീരെ വയ്യ. ശിവൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുക. ശിവൻ ഇങ്ങനെ നെഞ്ചത്ത് അമക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴതുവഴി ഒരു അറ്റൻഡർ പോകുന്നുണ്ട്. അപ്പോൾ ശിവൻ, ചേട്ടാ ഒരു നിമിഷം നിൽക്കാവോ? അതെ നിൽക്കാമല്ലോ. ആ ചേട്ടൻ മലയാളിയാണോ? അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുന്ന് അപ്പുറത്തോട്ട് നീങ്ങുന്നതല്ലേ ഓപ്പറേഷൻ തിയേറ്റർ എന്നിങ്ങനെ ശിവൻ അയാളോട് ചോദിക്കുക. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണ്, പക്ഷേ എനിക്ക് സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഇയാൾ എന്തോ ഈ പറയുന്നത്, ഇവിടെ വന്നിട്ടില്ലെന്നും പറയുന്നത്, പക്ഷേ എല്ലാ സ്ഥലങ്ങളും അറിയാം. എന്താണോ ആവോ. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ ശിവൻ നിൽക്കുമ്പോൾ ഏതോ ഒരു രൂപം ഇങ്ങനെ സ്ട്രെച്ചറിൽ പോകുന്നതും കയ്യെ കിടക്കുന്ന വളയൂരുന്നതും ഒക്കെ ഇങ്ങനെ ശിവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അവിടെ ഒരു സ്ട്രെച്ചറെ തൊടുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദനയും വരുന്നു. ആ സമയത്ത് രേഷ്മയുടെ ഫോൺ ശിവന് വരുക. ശിവനോട് ചോദിക്കുന്നു, എവിടെയാ? ഉറങ്ങാനുള്ള സ്ഥലം കണ്ടുപിടിച്ചോ? ഞാനിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് നിൽക്കുക. അതെങ്ങനെ കണ്ടുപിടിച്ച്? അതെന്താ രേഷ്മ അങ്ങനെ ചോദിച്ചത്? അതെനിക്കറിയാൻ പാടില്ലേ? ഈ ഹോസ്പിറ്റലിൻ്റെ മുക്കും മൂലയൊക്കെ എനിക്കറിയാം. രേഷ്മ ആകെ ഞെട്ടിയിരിക്കുക. രേഷ്മ പറയാം, അയ്യോ സൂക്ഷിക്കണേ. എന്ത് സൂക്ഷിക്കാൻ? ഇത് നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലല്ലേ. ഹോസ്പിറ്റലിൻ്റെ പുറത്ത് പടിഞ്ഞാറെ ഗേറ്റിനടുത്തൊരു മൂവാണ്ടം മാവ് നിൽപ്പുണ്ട്. അതിന് ചുവട്ടിലൊരു നൈറ്റ് കടയുണ്ട്. ഞാൻ അവിടെ പോയി ചൂടോടൊരു ചായ കുടിക്കാൻ പോവാ. എന്താ തനിക്ക് വേണം? അയ്യോ എനിക്ക് വേണ്ട. അല്ല, ശിവൻ ഇതൊക്കെ എപ്പോൾ കണ്ടുപിടിച്ച്? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച്. താൻ കിടന്നോ എന്നാലേ? ശിവൻ അപ്പോൾ ഇതിന് മുമ്പ് കൂടെ വന്നിട്ടുണ്ടോ? രേഷ്മ ഇങ്ങനെ ആകെ ചിന്തിച്ച് കുഴയുവാണ്. ഈ സമയത്ത് മഹേന്ദ്രൻ തൻ്റെ നെഞ്ചുവേദനയുടെ കാർ ഓടിച്ച് പോവുക. മഹേന്ദ്രന് നെഞ്ചുവേദന സഹിക്കാൻ പറ്റുന്നില്ല. കാറിൻ്റെ കൺട്രോൾ പോയി. ആ സമയത്ത് ഡെയ്സി ആണെന്ന് തോന്നുന്നു എതിരിലൊരു കാറിൽ വരുന്നുണ്ട്. അല്ല, ഒരു ആക്സിഡൻറ്റ് നടന്നെന്ന് തോന്നുന്നല്ലോ. ആ കാർ എനിക്ക് പരിചയമുള്ളതാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഡെയ്സി കാറിലിരുന്നുകൊണ്ട് പറയുക. എന്നാൽ പിന്നെ നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ എന്ന് പറഞ്ഞ് ഡെയ്സിയും ഡേവിസും കൂടാണ് ഇറങ്ങി വരുന്നത്. വണ്ടിയിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന മഹേന്ദ്രനെ ഡേവിസും ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ മഹേന്ദ്രൻ അത് കണ്ട് ഡേവിസി, അയ്യോ മഹേന്ദ്രൻ അങ്കിള്. മഹേന്ദ്രനെ കണ്ടിട്ട് ഡേവിസ് പറയുക, ഇത് നിന്റെ അപ്പൻ്റെ ആജന്മ ശത്രുവാണെന്നല്ലേ പറയുന്നത്? ഇയാൾ ചത്തിട്ടില്ല, പാതി ചത്ത് കിടക്കുക. ഇയാളെ അങ്ങ് പാതി കൂടെ തീർത്തല്ലേ ആജന്മ ശത്രു അങ്ങ് അവസാനിക്കും. എന്താ ഡേസി, നമുക്കൊരു കൈ നോക്കിയാലോ? എനിക്കതിൽ വിരോധമൊന്നുമില്ല. അച്ഛൻ മരിച്ചാലേ മകൻ തലക്കീഴിൽ നിന്ന് കരയേണ്ടി വരുമല്ലോ. അതൊന്ന് കൺകുളിർക്കെ കാണാൻ വേണ്ടി വേണമെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കാം. എനിക്ക് വേണ്ടി ആ ശിവനോട് ഒരുപാട് വാദിച്ചിട്ടുള്ള മനുഷ്യന്, അതുകൊണ്ട് നമുക്ക് ആ നന്ദി ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കാൻ പറ്റൂ. എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ അപ്പനെ വിളിച്ച് പറ, ഇങ്ങനെ ഒരാളെ ഈ അവസരത്തിലൂടെ കണ്ടിട്ടുണ്ട്, ഒരാളും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇയാളെ അങ്ങ് തീർത്തോട്ടെ എന്ന്. ഡേസി അപ്പനെ വിളിക്കുക. എന്താടി മോളെ, പർച്ചേസിന് പോയിട്ട് കുറേ നേരം ആയല്ലോ. അപ്പാ, ഞങ്ങൾ വരുന്ന വഴിക്ക് ആക്സിഡൻ്റായിട്ട് കിടക്കുന്ന ഒരു കാറ് കണ്ടു. നല്ല പരിചയമുള്ള വണ്ടിയാണല്ലോ എന്നിറങ്ങി നോക്കിയപ്പോൾ ശിവൻ്റെ അച്ഛൻ മഹേന്ദ്രൻ്റെ വണ്ടിയാ. എന്നിട്ട് എന്തായി മോളെ? ആളിതിനകത്ത് ബോധം പോയി കിടക്കുക. അപ്പൻ്റെ ശത്രുവല്ലേ? എൻ്റെ ശത്രു ശിവൻ്റെ അച്ഛനും. ആ ശിവൻ്റെ കണ്ണിൽ നിന്ന് രണ്ടിട്ട് കണ്ണുനീര് വീഴ്ത്താനുള്ള സമയം. അപ്പം പറ, എന്താ വേണ്ടത്? അപ്പൻ എന്ത് പറയുന്നത്? ഇയാളെ ഇവിടിട്ടങ്ങ് തീർത്തേക്കട്ടെ. ഇപ്പോഴാണെങ്കിൽ ആക്സിഡൻറ്റ് തീർന്നതാണെന്ന് എല്ലാവരും വിചാരിക്കൂ. മോളെ, കാര്യം പറഞ്ഞാൽ ഒരു പേടിക്ക് 5-6 പക്ഷികളെ ഒരുമിച്ച് കിട്ടുന്നതാണ്. ശിവനും ഭൂതഗണങ്ങൾക്ക് കുറേ നാൾ കണ്ണുനീരും കൈയോട്ട് കഴിയാനും പറ്റും. എന്നാലും അത് വേണ്ട മോളെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കൂ. ഓ, പഴയ കൂട്ടുകാരനുള്ള സ്നേഹം ഇപ്പോഴും നിറഞ്ഞു പൊങ്ങുവാണല്ലോ അപ്പന്. അതൊന്നും അല്ലടി മോളെ, അവൻ ജീവിച്ചിരിക്കണം. എന്നാലേ അച്ഛനും മോനും തമ്മിലുള്ള യുദ്ധം നമുക്ക് കാണാൻ പറ്റൂ. മകൻ അച്ഛനെ കൊന്നാലും അച്ഛൻ മകനെ കൊന്നാലും നമുക്കെന്താ? നമുക്ക് സന്തോഷിച്ചാൽ പോരെ? പിന്നെ നിൻ്റെയും ഡേവിസിൻ്റെയും കല്യാണം അവൻ കാണണം. അവൻ ജീവിച്ചിരുന്നാൽ അവനെ കൊല്ലാതെ നമുക്ക് കൊല്ലാം. അവനെ ഇഞ്ചിഞ്ചായിട്ട് നമുക്ക് കൊല്ലാം. ഇപ്പം കിട്ടുന്ന ഈ ആനന്ദവേ അവൻ പകുതി ചത്ത് കിടക്കുന്ന അവന് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഹേന്ദ്രനെ മോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നിട്ട് മോളും ഡേവിസും കൂടെ പെട്ടെന്ന് ഇങ്ങ് പോരെ. എന്താ ഡേസി അങ്കിള് പറയുന്നത്? അപ്പം പറയുന്നത് ഇയാളെ ഹോസ്പിറ്റലിലാക്കാനെന്ന്.
ഡെയ്സിക്ക് തീരെ താല്പര്യമില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മഹേന്ദ്രനെ. ഈ സമയം ശിവനാണെങ്കിൽ ഇങ്ങനെ ജീപ്പ് ഓടിച്ചു വരുവാണ്. കുറച്ചങ്ങ് അകലെ മാറി ഒരു തീ കത്തുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട്. അത് വിഷ്ണു മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവന്ന് ദഹിപ്പിച്ചതാണ്. ആ ചിതയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ശിവന് വല്ലാത്ത നെഞ്ചുവേദന പോലെ വരുന്നുണ്ട്. ശിവനിങ്ങനെ നെഞ്ചി തടവുക. അപ്പോൾ മനസ്സിൽ ആരോ ചോദിക്കുന്ന പോലെ, വിഷ്ണുവിന് ആരെയാ കൂടുതൽ ഇഷ്ടം, ഭാര്യയാണോ? എനിക്ക് എൻ്റെ ശാലിനി എന്നിങ്ങനെ വിഷ്ണു പറയുന്നതും ഞാൻ എളുപ്പം അങ്ങ് തട്ടിപ്പോയാലേ എൻ്റെ ഹൃദയം ഇങ്ങനെ എൻ്റെ ശാലിനിക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞതുമൊക്കെ എന്തോ ശിവൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുവാണ്. ശിവന് തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു വിഷ്ണു മരിച്ചതും വിഷ്ണുവിൻ്റെ ഹൃദയമാണ് തൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നതെന്നും ശിവന് നല്ലതുപോലെ ബോധ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്തായിരിക്കും, ശിവൻ തന്നെ ഇതെല്ലാം ശാലിനിയോട് പറയുമോ, അതോ ഇനിയും ശാലിനിയെ വഞ്ചിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി രേഷ്മ തന്നെ സത്യങ്ങളൊക്കെ പറയുമോ എന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.